ഞെട്ടിച്ച ഗ്രേറ്റർ നോയിഡ കൊലപാതകത്തിന് പിന്നാലെ വീണ്ടും സ്ത്രീധന പീഡനം. ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ ഭാര്യയെ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പോലീസുകാരനായ ഭർത്താവ്. യുവതി അത്യാസന്ന നിലയിൽ ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റു പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഗ്രേറ്റർ നോയിഡയിലെ സ്ത്രീധന പീഡന കൊലപാതകത്തിന്റെ നടുക്കം മാറും മുൻപാണ് ഉത്തർപ്രദേശിൽ നിന്നും തന്നെ മറ്റൊരു ഗാർഹിക പീഡന വിവരം പുറത്തുവരുന്നത്. അമ്രോഹയിലെ നാരംഗ്പൂരിലാണ് സംഭവം. നഴ്സായ യുവതിയെ ജീവനോടെ തീകൊളുത്തി കൊലപ്പെടുത്താൻ ഭർത്താവും ഭർത്തൃവീട്ടുകാരും ശ്രമിച്ചെന്നാണ് പരാതി. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ അത്യാസന്ന നിലയിൽ ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 32-കാരിയും നഴ്സുമായ പരുളാണ് ക്രൂരതയ്ക്കിരയായത്. യുവതിയുടെ ഭർത്താവ് ദേവേന്ദ്ര യുപിയിൽ പോലീസ് കോൺസ്റ്റബിളാണ്. അടുത്തിടെ ദേവേന്ദ്രയെ യുപി പോലീസ് റാംപൂരിൽ നിന്ന് ബറേലിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. സ്ഥലം മാറ്റത്തിന് പിന്നാലെ ദേവേന്ദ്ര അവധിയിൽ പ്രവേശിച്ച് വീട്ടിൽ തുടരുകയായിരുന്നു. 26 अगस्त को सूचना प्राप्त हुई थी कि थाना डिडौली क्षेत्र अंतर्गत एक महिला वाली को उसके ससुरालजन द्वारा दहेज के लिए जला दिया गया है, जिसमें गंभीर रूप से वो घायल है, जिसका इलाज दिल्ली में चल रहा है। मायके वालों द्वारा दी गई तहरीर के आधार पर मुकदमा पंजीकृत किया गया, जिसमें आरोपी पति को आज हिरासत में ले लिया गया है। विधिक कार्रवाई प्रचलित। യുവതിയുടെ സഹോദരൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ പരുളിനെ ദേവേന്ദ്രയും കുടുംബവും പലതവണ പീഡിപ്പിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദേവേന്ദ്ര, അമ്മ, അടുത്ത ബന്ധുക്കളായ സോനു, ഗജേഷ്, ജിതേന്ദ്ര, സന്തോഷ് എന്നിവർക്കെതിരെയാണ് പരാതി. ഗാർഹിക പീഡനത്തിനും കൊലക്കുറ്റത്തിനുമാണ് കേസെടുത്തത്. ദേവേന്ദ്രയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ പോയ മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. 13 വർഷം മുൻപായിരുന്നു പരുളിന്റെയും ദേവേന്ദ്രയുടെയും വിവാഹം. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.